6 വർഷങ്ങൾക്ക് ശേഷം വിൻഡോസിൻ്റെ പുതിയ വേർഷനായിട്ടുള്ള വിൻഡോസ് 11 കുറച്ച് ദിവസം മുൻപെയാണ് റിവീൽ ആയിരുന്നത്. ഈ ഒരു വിൻഡോസിൽ കൂടെ തന്നെ ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്ന് നമ്മൾ അറിയാൻ സാധിച്ചു. ഇത് നമുക്ക് ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും പല വെബ്സൈറ്റുകളിൽ കൂടെ നമുക്ക് ഈ ഒരു ഫീച്ചേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാൻ സാധിച്ചിട്ടുണ്ട്. സോ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഫീച്ചേഴ്സും കാര്യങ്ങളൊന്നുമല്ല. അതിന് പകരം ഈ ഒരു വിൻഡോസ് 11 നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ എത്തുമോ, അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുമോ, അതുപോലെ തന്നെ ഇതിൻ്റെ മിനിമം സിസ്റ്റം റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കണ്ട. നേരെ വീഡിയോയിലേക്ക്. സോ ആദ്യം തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് വിൻഡോസിൻ്റെ ലോഗോ ചേഞ്ച് വരെ ഇവിടെ നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ വിൻഡോസിൽ ഗെയിമിങ്ങിന് വേണ്ടിയിട്ട് ഇമ്പോർട്ടൻസ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ കുറേ ലേ ഔട്ട്, മൈക്രോസോഫ്റ്റിൻ്റെ കുറേ ആപ്സ്, ആൻഡ്രോയിഡ് ആപ്സ് റണ്ണ് ചെയ്യാനുള്ള സെറ്റപ്പുകൾ, അതുപോലെ തന്നെ സ്റ്റാർട്ട് മെനു സെൻട്രലൈസ്ഡ് ആക്കിയിട്ടുണ്ട്. അങ്ങനെ പല അധികം ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്. സോ ഈ ഫീച്ചേഴ്സ് എല്ലാം കമ്പാറ്റബിൾ ആണെങ്കിൽ നമുക്ക് സിസ്റ്റത്തിൽ അത്യാവശ്യം ക്ലോക്ക് സ്പീഡും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട്. സോ ഈ ഒരു ഫീച്ചേഴ്സ് എല്ലാം കമ്പാറ്റബിൾ ആവാൻ വേണ്ടി നമ്മുടെ കമ്പ്യൂട്ടറിൽ എന്തായാലും മിനിമം റിക്വയർമെൻറ്റ്സ് ആവശ്യമാണ്. സോ എന്തൊക്കെയാണ് ആ റിക്വയർമെൻറ്റ്സ്? ആദ്യത്തെ എന്ന് പറയുന്നത് ക്ലോക്ക് സ്പീഡാണ്. സോ ഈ ഒരു ക്ലോക്ക് സ്പീഡ് എന്ന് പറയുന്നത് 1 GHz കൂടുതൽ നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള പ്രൊസസ്സറിന് ആവശ്യമാണ് എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടറിനും ലാപ്ടോപ്പിനും ഒക്കെ അത്യാവശ്യം പഴയതല്ലാത്തതിനെല്ലാം 1 GHz കൂടുതൽ ക്ലോക്ക് സ്പീഡ് ഉണ്ട്. എന്നാൽ നിങ്ങൾ നേരിടാൻ പോകുന്ന പ്രശ്നമെന്ന് പറയുന്നത് 2017 മുന്നേ ഉണ്ടാക്കിയ പ്രൊസസ്സർ ചിപ്സെറ്റുകൾ ഒരിക്കലും കമ്പാറ്റബിൾ ആകത്തില്ല. അതായത് i3, i7, 7th ജനറേഷൻ എന്നൊക്കെ നമ്മൾ കേൾക്കാറില്ലേ, ആ ഒരു 7th ജനറേഷൻ മുന്നേ ഉള്ള അല്ലെങ്കിൽ ആ 7th ജനറേഷൻ തൊട്ടുള്ള പ്രൊസസ്സറുകൾ നമുക്ക് ലഭിക്കുന്നതല്ല. അപ്പോൾ ഈ ഒരു i3 7th ജെൻ ആണെന്ന് തോന്നുന്നു ആ ഒരു 2017 മുന്നേ വരെ ഉണ്ടാക്കിയത്. സോ ആ ഒരു ജനറേഷൻ തൊട്ട് നമുക്ക് വിൻഡോസ് 11 കമ്പാറ്റബിൾ അല്ലായിരിക്കും. അതുപോലെ തന്നെ രണ്ടാമത്തെ റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് ഗ്രാഫിക്സ് ആണ്. സോ എന്താണ് ഗ്രാഫിക്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മളൊരു ഗെയിം ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമുക്ക് അഡീഷണൽ ഫയലായിട്ട് വരുന്നതാണ് DirectX 11, DirectX 10, 12 എന്നൊക്കെ പറയുന്നത്. സോ നിങ്ങൾക്ക് ഈ ഒരു വിൻഡോസ് 11 നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് DirectX 12 എന്ന് പറയുന്ന ഫീച്ചർ അല്ലെങ്കിൽ DirectX 12 നിങ്ങൾക്ക് ആവശ്യമാണ്. സോ എനിക്ക് തോന്നുന്നു ഈ ഒരു DirectX 12 നിങ്ങൾക്ക് വെളിയിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി സിസ്റ്റത്തിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. എന്നാൽ ഇത് കമ്പാറ്റബിൾ ആവുന്ന ഡിവൈസിൽ മാത്രമേ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അടുത്തായിട്ടുള്ള റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞാൽ റാമും അതുപോലെ തന്നെ സ്റ്റോറേജുമാണ്. സോ ഇവിടെ ചോദിച്ചിരിക്കുന്ന മിനിമം റാം എന്ന് പറയുന്നത് 4 GB റാമും അതുപോലെ തന്നെ 64 GB സ്റ്റോറേജ് കപ്പാസിറ്റിയാണ്. ഇപ്പോൾ എല്ലാവരുടെയും കമ്പ്യൂട്ടറിനകത്ത് ഈ ഒരു സിസ്റ്റം റിക്വയർമെൻറ്റ് എന്തായാലും ഷുവറായിട്ടും കാണുമെന്ന് എനിക്ക് തോന്നുന്നു. സോ അടുത്ത റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് ഡിസ്പ്ലേ ആണ്. സോ ഈ ഒരു ഡിസ്പ്ലേയുടെ കാര്യത്തിലേക്ക് വന്നു കഴിയുമ്പോൾ പഴയ കമ്പ്യൂട്ടറുകൾ യൂസ് ചെയ്യുക അല്ലെങ്കിൽ പഴയ മോണിറ്റേഴ്സ് യൂസ് ചെയ്യുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ ഇഷ്യൂ വരുന്നത്, അല്ലെങ്കിൽ PC യൂസ് ചെയ്യുന്നവർക്കായിരിക്കും ഇഷ്യൂ വരുന്നത്. സോ 720p ഡിസ്പ്ലേ ആയിരിക്കണം നമുക്ക് കിട്ടേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ടത്, അല്ലെങ്കിൽ 720p അല്ലെങ്കിൽ 720p കൂടുതൽ 1080p, 2K, 4K അങ്ങനത്തെ ഡിസ്പ്ലേസ് ഒക്കെ ആയിരിക്കും ഇനി തൊട്ട് ഈ ഒരു വിൻഡോസ് 11 വരാൻ പോകുന്നത്. സോ എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രശ്നം കൂടുതലും പഴയ PC ഒക്കെ ഉള്ളവർക്കായിരിക്കും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത്. അല്ലാത്തവർക്ക് വലിയ ഇഷ്യൂ ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ലാപ്ടോപ്പൊക്കെ വാങ്ങിച്ചവരുടെ ലാപ്ടോപ്പിൽ 1080p ഡിസ്പ്ലേസ് ആയിരിക്കും ഷുവറായിട്ടും കാണാൻ സാധിക്കുന്നത്. പിന്നെയും 20,000 ബഡ്ജറ്റ് അല്ലെങ്കിൽ 25,000 ബഡ്ജറ്റ് ഒക്കെ നിൽക്കുന്നതിനൊക്കെ ആണെങ്കിൽ 720p സ്ക്രീനുമായിരിക്കും കാണാൻ സാധിക്കുന്നത്. അടുത്ത റിക്വയർമെൻറ്റിലാണ് എല്ലാവരും വലയുന്നത്, TPM. എന്താണ് TPM? ട്രസ്റ്റഡ് പ്ലാറ്റ്ഫോം മോഡ്യൂൾ എന്നാണ് TPMൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. ശരിക്കും ആർക്കും അറിയത്തില്ല, എല്ലാവരും കേട്ടിട്ട് പോലും ഇല്ല. കാരണം വിൻഡോസ് 11 റിക്വയർമെൻറ്റ് കേട്ടപ്പോഴാണ് എല്ലാവർക്കും എന്താണ് TPM എന്ന് ചോദിക്കുന്നത്. സോ ഇത് ഒന്നുമില്ല, ജസ്റ്റ് നിങ്ങളുടെ കമ്പ്യൂട്ടറുകളിൽ നിങ്ങൾക്ക് സെക്യൂരിറ്റി നൽകാൻ വേണ്ടിയിട്ട് ഒരു മാറ്റി വെച്ചിരിക്കുന്ന ഒരു മോഡ്യൂൾ, അതായത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മാറ്റി വെച്ചിരിക്കുന്ന ഒരു മോഡ്യൂളിനെയാണ് TPM എന്ന് പറയുന്നത്. സോ ഈ ഒരു TPM പുതിയ കമ്പ്യൂട്ടറുകൾ വാങ്ങിച്ചവർക്ക് 2.0 വേർഷൻ കാണും. പഴയ കമ്പ്യൂട്ടറുകളാണെങ്കിൽ നിങ്ങൾക്ക് പഴയ വേർഷൻ ആയിരിക്കും. ആദ്യം മൈക്രോസോഫ്റ്റ് ഇറക്കിയിരുന്ന ഒരു റിക്വയർമെൻറ്റ് ലിസ്റ്റിനകത്ത് പഴയ TPM യൂസ് ചെയ്യാമെന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഉള്ളവർക്ക് പറയുന്നത് 2.0 തന്നെ വേണമെന്നുള്ളതാണ്. ഞാൻ ജസ്റ്റ് ബ്രൗസൊക്കെ ചെയ്ത് നോക്കിയപ്പോൾ ഈ ഒരു TPM നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം, അല്ലെങ്കിൽ ചില കമ്പ്യൂട്ടറുകളിൽ ഇത് ഓഫ്ഡ് ആയിരിക്കും, അതായത് ഡിഫോൾട്ടായിട്ട് ഓഫ് ആയിരിക്കും. സോ നിങ്ങളത് ബൂട്ട് സെക്ഷനിൽ ചെന്ന് F2 ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ TPM ഓപ്പൺ ആക്കാനുള്ള ഒരു സെറ്റിങ്സ് കാണാൻ സാധിക്കും എന്നുള്ളതാണ് കണക്കാക്കപ്പെട്ടത്. എനിക്കിത് നേരത്തെ ഓപ്പൺ ആയതുകൊണ്ട് അങ്ങനെ ചെയ്യേണ്ട വന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. പക്ഷേ ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. നിങ്ങൾ ജസ്റ്റ് ബൂട്ട് ചെയ്യുക. ബൂട്ട് ചെയ്യുമ്പോൾ ആ ബൂട്ട് ചെയ്യുന്ന സമയത്ത് F2 പ്രസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് TPM മോഡ്യൂൾ ഓൺ ആക്കാൻ സാധിക്കുന്നതാണ്. സോ ഇത്രയുമൊക്കെയാണ് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ വിൻഡോസ് 11 ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ട റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇനിയും നിങ്ങൾക്ക് ഇത്രയും നോക്കാൻ വയ്യ അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ്
microsoft.com എന്ന് പറയുന്ന വെബ്സൈറ്റിലേക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ പോയതിന് ശേഷം നിങ്ങൾ അവിടെ ഹെൽത്ത് PC എന്ന് പറയുന്ന ഒരു ആപ്പ് കാണാൻ സാധിക്കും. അത് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോൾ ആദ്യത്തെ ഇൻ്റർഫേസിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ മോണിറ്റർ അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടർ നിങ്ങളുടെ വിൻഡോസ് 11 കമ്പാറ്റബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെ അവർ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവർ പറയും, അല്ലെങ്കിൽ വിൻഡോസ് 11 ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ അവർ അങ്ങനെയും പറയുന്നതാണ്. സോ ജസ്റ്റ് നിങ്ങളൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ഞാൻ ട്രൈ ഔട്ട് ചെയ്തു, പക്ഷേ അതിൻ്റെ എന്തോ ബഗ്ഗും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എന്തോ ഇഷ്യൂസൊക്കെ ലാപ്ടോപ്പിൽ വരുന്നുണ്ട്. അത് എനിക്ക് മാത്രമാണോ അതോ ബാക്കിയുള്ളവർക്ക് ഉണ്ടോ എന്നുള്ളത് എനിക്കറിയത്തില്ല. എനിക്ക് എന്തായാലും ആ ഒരു ഇഷ്യൂ വന്നുകൊണ്ടാണ് ഞാൻ എന്തായാലും ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ. പുതിയൊരു വീഡിയോയിൽ കാണുന്നിടം വരെ ഗുഡ് ബൈ.